ഇന്ത്യ പാകിസ്ഥാന് മേലെ വിവിധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി IMF-നോടും FATF-നോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തിവെക്കുക, ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നത്. IMF-ന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു യോഗം നാളെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഇന്ത്യ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടോ? IMF-ൽ നിന്നും പാകിസ്ഥാന് ഏകദേശം $130 മില്യൺ ഒരു സഹായത്തിന് വേണ്ടിയുള്ളൊരു നിർദ്ദേശമാണുള്ളത്. അപ്പോൾ ഇത് തടയാനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യ നേരത്തെ തന്നെ ഇന്ത്യയുടെ പ്രതിനിധിയെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ആളെ മാറ്റി ഇപ്പോൾ പുതിയ ഒരാളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ നടക്കുന്ന IMF-ന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ പുതിയ പ്രതിനിധിയാണ്. അതൊരു മലയാളിയാണ്, പരമേശ്വർ അയ്യർ എന്ന് പറയുന്ന. നേരത്തെ ജലശക്തി മന്ത്രാലയത്തിൽ സെക്രട്ടറി ആയിരുന്ന പരമേശ്വർ അയ്യരായിരിക്കും പങ്കെടുക്കുക. അദ്ദേഹം ഇപ്പോൾ ലോകബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അദ്ദേഹമായിരിക്കും നാളെ IMF-ന്റെ യോഗത്തിൽ പങ്കെടുക്കുക. അപ്പോൾ എന്തുകൊണ്ട് IMF ഈ ലോൺ നൽകരുത് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വായ്പകൾ, അന്താരാഷ്ട്ര വായ്പകളൊക്കെ തന്നെ മറ്റ് ചില കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വലിയ പരാതിയാണ് ഇന്ത്യക്കുള്ളത്. അതായത് ഭീകര സംഘടനകൾക്ക് സഹായം നൽകുക തുടങ്ങിയതൊക്കെ. ഇത് FATF-ൽ ഇന്ത്യ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ, അതായത് കരിമ്പട്ടിക പോലെ തന്നെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുക, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം ഇന്ത്യക്കുണ്ട്. അത് ഈ ഭീകര സംഘടനകൾക്ക് പണം നൽകുന്ന, സാമ്പത്തിക സഹായം നൽകുന്ന, മറ്റ് സഹായം നൽകുന്നതുമായി അത് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള FATF എന്ന് പറയുന്നത്. FATF-ൽ ഇന്ത്യ ഇക്കാര്യം നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇതിന് ചില നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീകര നേതാക്കളെ മസൂദ് അസറിനെ പോലുള്ളവരെയൊക്കെ തന്നെ തടവിലെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രചരണം കൊണ്ടുവരിക. തടവിലെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത് സുരക്ഷിത താവളത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ISIയുടെ സംരക്ഷണയിലേക്ക് മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ FATF പോലുള്ള സംഘടനകളിൽ FATF പോലുള്ള ഇതിൽ പിന്നെ വീണ്ടും പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം. അതിനുള്ള ഇന്ത്യ അതാണ് ആവശ്യപ്പെടുന്നത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അടക്കം ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പാകിസ്ഥാന് ബുദ്ധിമുട്ടായി വരും. അങ്ങനെ ഫണ്ടില്ലാത്തൊരവസ്ഥയിൽ ഇത്തരത്തിലുള്ള സുരക്ഷ നൽകൽ അസാധ്യമായി വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ടത്.